ഹായ് ഗായ്സ്. സോ ഇന്ന് നമ്മൾ ഒന്നുകൂടെ ജീവിക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, ബിറ്റ് ലൈഫ് എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ജനിച്ച് വീണിട്ടുണ്ട്. ജനിച്ച് വീണില്ല, അതിന് മുമ്പ് എൻ്റെ അച്ഛൻ അടുത്ത കല്യാണം കഴിക്കുകയാണ് ഗൈസ്. ഓക്കെ, ആഹാ, എന്ത് നല്ല സ്റ്റെപ്പ് സിബ്ലിങ്സ്. ഞാൻ ഇങ്ങോട്ട് വന്നു പോലും ഇല്ല, അതിന് മുമ്പ് എൻ്റെ അച്ഛനും അമ്മ ഡിവോഴ്സ് ആയി അടുത്ത കല്യാണം കഴിച്ചെന്ന് തോന്നുന്നു. അല്ല, അമ്മയുണ്ട്. ഞാൻ വിചാരിച്ചു അമ്മ മരിച്ചു പോയിട്ട് പുള്ളി വേറെ കല്യാണം കഴിക്കാമെന്ന്. അല്ല ഗൈസ്, ഓക്കെ, അമ്മയുണ്ട്, സീനില്ല. നമുക്കൊരു സ്റ്റെപ്പ് മദറും ഉണ്ട് ഇപ്പം. പിന്നെ 3 സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് അല്ല, 2 സ്റ്റെപ്പ് സിസ്റ്റേഴ്സും ഒരു സ്റ്റെപ്പ് ബ്രദറും ഉണ്ട് ഗൈസ്. ഓക്കെ, എല്ലാവരും ബ്ലോണ്ടാണ്. അത് കുഴപ്പമില്ല. എനിക്ക് മിഡിൽ ഇയർ ഇൻഫെക്ഷൻ വന്ന ഗൈസ്. ഞാനൊരു അസുഖമുള്ള കുട്ടിയാണ്. ഒരു കൂട്ടുകാരനാണ് എൻ്റെ. ഞാൻ അച്ഛൻ്റെ കാര്യം പറഞ്ഞു തീർന്നില്ല, അപ്പോഴത്തേക്ക് അമ്മ അടിച്ചു. ഓക്കെ, എനിക്കിപ്പോഴും പനിയാണല്ലോ, വയ്യാത്ത കുട്ടിയാണ് ഞാൻ പിന്നെ അമ്മയുടെ പുതിയ കെട്ടിയത് ഞാൻ ട്യൂഡ് വാട്ട്സ് ഇറ്റ് ചില്ലിങ് വാട്ടെവർ. അതാണ് നമ്മൾ ഫുള്ള് വൈബാണ്, തന്തയുമായിട്ട് വൈബ് പിടിക്കുന്ന പാർട്ടീസാണ് ഗൈസ് നമ്മൾ. ഗൈസ്, എൻ്റെ എന്തായാലും ബെസ്റ്റ് ഫ്രണ്ട് അല്ല, എൻ്റെ ഫ്രണ്ട് മൈ ഹാഫ് സിസ്റ്റർ ടവോ ഗലിയോ, എന്തോ ഒരു ഗലിയോ ചലിയോ പലിയോ എന്തോ ഒരു കുന്തം. നമ്മളെന്തായാലും പഠിക്കുന്നുണ്ട് കേസ്. നമ്മളെ പഠിത്തത്തിലാണ് നമ്മുടെ ഫോക്കസ്. സ്റ്റഡി ഹാർഡ്. നോളജ് ഈസ് പവർ. whatever. നേച്ചർ സ്കോളർ. ഇത് ഞാൻ എവിടെ കൊണ്ടുപോയിട്ട് കിക്ക് ചെയ്യും ഗൈസ്. ഓക്കെ, നമ്മൾ കിക്ക് ദ ബോളാണ് ചെയ്യേണ്ടത്. വാട്ട് വിൽ യു ഡൂ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് എന്തായാലും കിക്ക് ദ ബോൾ എന്നേ ഉള്ളൂ. നിങ്ങൾ വേറെ എന്തെങ്കിലും പറയുമെങ്കിൽ പറ. ഓക്കെ, അതാണ്ട് അടുത്ത സാധനം വന്നിട്ടുണ്ട്. ഞാൻ കയ്യിൽ ഇപ്പം പേരൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഹാഫ് സിസ്റ്റർ. ഓക്കെ, എൻ്റെ അടുത്ത ഹാഫ് സിസ്റ്റർ വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഞാൻ റിലേഷൻഷിപ്പ് ഞെക്കാൻ നോക്കിയപ്പം ആസറ്റ്സിലാണ് വന്നേക്കുന്നത്. എന്തായാലും കൊള്ളാം. എനിക്ക് കുറേ ഹാഫ് സിസ്റ്ററും സിബ്ലിങ്സും സ്റ്റെപ്പ് സിബ്ലിങ്സും കുന്തവും കുടച്ചക്രവും എല്ലാം ഉണ്ട്. ഓക്കെ, എനിക്കെന്തായാലും ഹാഫ് സിസ്റ്റേഴ്സിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് വേണം. മൊയലിനെ എനിക്കിഷ്ടമാണ്. ഡ്രീം കം ട്രൂ. സോ എന്തായാലും ഹാഫ് സിസ്റ്റേഴ്സിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നത് എൻ്റെ സ്റ്റെപ്പ് സിസ്റ്ററുമായിട്ട് നമുക്ക് ഭയങ്കര കണക്ഷൻ ഉണ്ടെന്നാണ്. അടുത്ത ഫ്രണ്ടിനെ കിട്ടി ഗൈസ്. ഓക്കെ, ബിഗർ സർക്കിളൊക്കെ ആയിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, ഞാനൊരു പ്ലേ ബോയ് ആണെന്ന് തോന്നുന്നു. രണ്ടിനും ഫ്രണ്ടാക്കിയ 2 വെമ്പിള്ളേരാണെന്ന് തോന്നുന്നു. നോക്കണം നമുക്ക് എന്ത് ചെയ്യാം, വാച്ച് ചെയ്യാം. സീരിയസ്ലി ബെസ്റ്റ്. 3 വയസ്സ് 4 വയസ്സുള്ള പിള്ളേർ വരെ ഇപ്പോൾ സീരിയസ്ലി എന്നൊക്കെ ചോദിക്കുക. 8, 9 എത്ര വയസ്സാണ് വെച്ചാൽ തുടങ്ങി. സോ സ്വീറ്റ്. കോംപ്ലിമെൻ്റ് ചെയ്താ കോൺവെർസേഷൻ. 9 വയസ്സേ ഉള്ളൂ, അതിന് മുമ്പ് കോൺവെർസേഷൻ അങ്ങ് കുണയ്ക്കാൻ തുടങ്ങി. സ്ലീപ്പ് ഓവർ, വാച്ച് മൂവി, വാവ്, പില്ലോ ഫൈറ്റ്, പജാമ പാർട്ടി, വാവ്. എന്നാൽ നടക്കട്ടെ. അടുത്ത സാധനം ഉണ്ടല്ലോ, കാറ്റ്ലിൻ ബ്രൗസർ. അത് തന്നെ, ബ്രൗസർ. അപ്പോൾ കോംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ബിഗ് ഫാൻ ചേച്ചി, ബിഗ് ഫാൻ. എന്താ പറഞ്ഞൂടാ, ചേച്ചിയുടെ ബിഗ് ഫാനാണ്. നമ്മൾ അടുത്ത മൂവി വാച്ച് ചെയ്യാനായിട്ട് അടുത്ത ആളുടെ വീട്ടിൽ പോവുകയാണ് ഗൈസ്. ഓക്കെ, സ്ലീപ്പ് ഓവറൊക്കെ ചെയ്തു. ഓക്കെ, ഗുഡ് ടൈംസ് വട്ടെവർ. എനിക്ക് 10 വയസ്സുള്ളപ്പോൾ ഒരു കൊച്ചിനെ കിട്ടി. ഇവിടെ ഞാൻ 10 വയസ്സായിട്ടും പെണ്ണായിട്ടായിരിക്കും അപ്പോഴല്ലേ. എന്തുമായാലും എൻ്റെ കൊച്ചിലത്തെ മീൻസ് ഗെയിമിലത്തെ വേർഷനിൽ 10 വയസ്സിലുള്ളൊരു കൊച്ചിനെ കിട്ടി. വാവ്, ഇറ്റ് ഈസ് അമേസിങ്. ഓക്കെ, നമ്മുടെ എന്തായാലും മൊയലുകുട്ടി നമുക്കൊന്ന് കുളിപ്പിച്ച് നോക്കാം. അവന് ഇഷ്ടപ്പെട്ടില്ല, ട്രീറ്റ് കൊടുക്കാം. ഓക്കെ, അവൻ്റെ അപ്രീസിയേഷനൊക്കെ കൂടിയിട്ടുണ്ട്. ഓക്കെ, റിലീസ് ചെയ്താലോ? ഇനി വേണ്ട. എനിക്ക് 2 നീസും ഉണ്ടായോ അപ്പോഴത്തേക്ക്. എനിക്ക് 10 വയസ്സ് ആയ പോലും ഇല്ല, അതിന് മുമ്പ് എനിക്ക് നീസ് ഉണ്ടായി. ഓക്കെ, എൻ്റെ കൊച്ചുരുപ്പന്മാരൊക്കെ 2 ഉണ്ട്. ഞാൻ എന്ത് പറയാനാണ്, ഞാൻ പ്ലേ ബോയ് ആയതുകൊണ്ട് ഗേൾ ഫ്രണ്ട്, 2 ഫീമെയിൽ ബെസ്റ്റീസ്. ഞാൻ ബെസ്റ്റിയാ ഗൈസ്. ഓക്കെ. സോ ഗേൾ ഫ്രണ്ടിൻ്റെ പേര് പോലും ഞാൻ കണ്ടിട്ടില്ല. ഫാറാസ് മത്ത. ഇത് നമ്മുടെ സ്മാർട്ട് എന്ന് പറഞ്ഞില്ലേ, അത് തന്നെ, ഫാറാ സ്മാർട്ട്. ഇത് നമ്മുടെ ഫ്രണ്ടാണ് ഗൈസ്. ഓക്കെ, കേറ്റ്ലിൻ ബ്രൗസർ. നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആവാൻ പോകുന്നു. ഓക്കെ, ഐ എം ഓൾ ഇൻ.
അപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ ക്യാമറയും ബാക്കി ഞാൻ വായിക്കുന്നില്ല, എനിക്ക് വായി കൊള്ളത്തില്ല സത്യമായിട്ടും. പണ്ട് മൂവി തിയേറ്ററിൽ കൊണ്ടുപോകണമെങ്കിൽ വരെ ഞാൻ ആഡൊക്കെ വാച്ച് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പാടാണ്. അമ്മച്ചി കണ്ടുപിടിച്ച് ഞാനൊരു സ്ലീപ്പ് ഓവർ ചോദിച്ചതാണ്. അമ്മച്ചി വിചാരിച്ച് ഗേൾ ഫ്രണ്ടുമായിട്ട് പണി ഞാൻ ഐ മീൻ ലൈക്ക് ഗേൾ ഫ്രണ്ടുമായിട്ട് സ്ലീപ്പ് ഓവറിന് എന്തിനാ വരുന്നതെന്ന് നമുക്കറിയത്തില്ലെന്നാണോ എന്ന്. എന്തായാലും നല്ല കണ്ടുപിടിച്ചെന്നാൽ പിന്നെ പോയേക്കാം. നമുക്ക് ഫ്രണ്ട്സുമായിട്ട് നമുക്ക് സ്ലീപ്പ് ഓവർ ഉണ്ടാക്കാം. വാച്ച് മൂവി ഓക്കെ, നെറ്റ്ഫ്ലിക്സിന് ചില്ലാണ് കേസ്. ഓക്കെ, എനിക്കങ്ങ് എൻജോയ്മെൻറ്റ് കൂടി വരികയാണ്. അവളെ പെണ്ണാണെന്ന് തോന്നുന്നു, പെണ്ണ് തന്നെയാണോ കൺഫേം ചെയ്യേണ്ടത് തോന്നുന്നുണ്ട്. സ്ലീപ്പ് ഓവർ നമുക്കൊന്ന് ചെയ്യാം. ഓഹ്, വാട്ട് എൻ എൻജോയ്മെൻറ്റ്. അതുകൊണ്ട് എൻ്റെ കയറി വന്ന തള്ളച്ചി മരിച്ചിട്ടുണ്ട്. അപ്പൻ എന്തോ ഒരു അസുഖം വന്നിട്ടുണ്ട്, എന്തോ ഒരു കുന്തം. അപ്പം ഡാഡിയെ നമുക്കൊന്ന് ഡോക്ടറിനെ കുന്തത്തിനൊന്നും കാണിക്കാനുള്ള കാശില്ല എൻ്റെ കയ്യിൽ. ഞാൻ ഒരു ബൈക്കിനങ്ങ് ചോദിക്കാം. കൊള്ളാം, നല്ലതെന്താ. പുള്ളിക്ക് ഇപ്പം ഇനിയിപ്പോൾ അമ്മ മരിച്ചുകൊണ്ടാണോ എന്തോ സ്റ്റെപ്പ് മദർ മരിച്ചുകൊണ്ടാണോ തോന്നുന്നു. മമ്മിയോട് ചോദിച്ചു നോക്കാം. മമ്മി ഒരു ബൈക്ക് മമ്മി വിട്ടു. ഇനി രണ്ടാമത്തെ തത്തയോട് ചോദിച്ചു നോക്കാം. ഡാഡി ഓടിയായിപ്പോയി. എന്തുമായാലും കൊള്ളാം ഗൈസ്. ഓക്കെ, ബൈക്ക് കേട്ടത്തിലൊന്ന് മനസ്സിലായി. ഡാഡിയോട് കുറച്ച് അലൗൺസ് ചോദിക്കാന്ന് പറഞ്ഞാൽ പുള്ളി അതും തരത്തില്ലെന്ന്. പുള്ളി പറഞ്ഞു പോയി അത്ര ചെയ്യാൻ പറഞ്ഞു ഗൈസ്. ഓക്കെ, എന്തുമായാലും കൊള്ളാം. ആസറ്റ്സിനകത്ത് എനിക്കൊരു കുന്തമില്ല. എൻ്റെ പേരിലാണ് ഈ 0 വില. ഞാൻ ഈ ഗേൾ ഫ്രണ്ടിനെ വെച്ചിട്ട് ഞാൻ എന്തോ കുന്താ ചെയ്യുന്നത്? ഞാൻ എൻ്റെ സ്വീറ്റ് ടോക്കാനല്ലാതെ എനിക്ക് വല്ല കഴിവുമുണ്ടോ ഗൈസ്? മീൻസ് കഴിവില്ല എന്നല്ല, മീൻസ് ഇവളെ മൂവി തിയേറ്ററിൽ കൊണ്ടുപോകാൻ പോലും എൻ്റെ കാശില്ല. അത് കണ്ടോ ആഡുകൾ. എൻ്റെ ഫ്രണ്ട്സുമായിട്ട് കോൺസേർട്ടിൽ പോലും മനുഷ്യനിവിടെ ആഡ് കാണേണ്ട അവസ്ഥയാണ്. ഓക്കെ, സ്ലീപ്പ് ഓവർ അതൊക്കെ കുഴപ്പമില്ല. നമുക്ക് ഫുൾ കില്ലോ ഫൈറ്റ്, അവളുടെ എൻജോയ്മെൻ്റ് ഒക്കെ കണ്ടില്ലേ, എന്താ രസമെന്ന്. എന്തുമായാലും കൊള്ളാം. ഫാറയും ഇതുങ്ങൾക്കൊക്കെ എന്താണ് പറ്റിയത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും വേറെ ആമ്പിള്ളേരൊന്നും ഇല്ലടേ കൂട്ടുകാരുമായിട്ട്? വാച്ച് എ മൂവി. ഓക്കെ, ഗുഡ് ടൈംസ്. യാ, ഹൈസ്കൂൾ. ഓക്കെ ഗൈസ്, ഞാൻ ഹൈസ്കൂളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി നോക്കണം ഞാൻ ക്ലബ്ബ് നോക്കുകയാണ് ഗൈസ്. ഓക്കെ, ഇതാണ് നല്ല ക്ലബ്ബ്, ഞാനിവിടെ ജോയിൻ ചെയ്യും ഗൈസ്. നമ്മളൊരു ആക്ടർ വൈബാണ് നമ്മളിപ്പോൾ പോകുന്നത്. ബോക്സിങ് ഒരു ആക്ടിങ് ആണ് ഞാനിപ്പോൾ ഒന്ന് ചൂസ് ചെയ്യാമെന്ന് ആലോചിക്കുന്നത്. ഡ്രാമ ക്ലബ്ബിൽ കയറണോ അതോ ബോക്സിങ് ക്ലബ്ബിൽ കയറണോ? മൂക്കടിച്ച് പിടിച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ബോക്സിങ് ക്ലബ്ബിൽ കയറാൻ തീരുമാനിച്ചു. തീർന്ന പണി. ആഡാണ് ഗൈസ്, ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. വെയിറ്റ് എ മിനിറ്റ്. അപ്പോൾ ഗൈസ്, നശിച്ച ആഡ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട്. ഞാനത് മറ്റേ ഡ്രാമ ക്ലബ്ബിൽ കയറിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ 8 മെമ്പേഴ്സൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും പഠിക്കുന്നതിനകത്തൊരു ഇതുമില്ല ഗൈസ്. ഞാൻ ഹൗസ് പാർട്ടി, അതിന് പേരൻറ്റൽ പെർമിഷൻ. പണിവാളി കുഴപ്പമില്ല, ഞാൻ മറന്നു. ഞാൻ ആരോടായി പോയി ചോദിക്കേണ്ടത്? സ്കൂൾ ഡാൻസ് അത് നമുക്ക് ഗേൾ ഫ്രണ്ടിനെ കൊണ്ട് പോകാം, കാശൊന്നും വേണ്ടല്ലോ. ഏതാ പഠിക്കണം? ലൈക്ക് അടുത്ത് എന്തായാലും ഞാൻ നോളജ് ഈസ് പവർ ഗൈസ്. ഓക്കെ, പവറാണ് നമുക്ക് മുഖ്യം, നോളജ് മുഖ്യം പിടിക്കില്ലേ. അത് തന്നെ. നമുക്ക് എന്തായാലും ഇവിടെ ആക്ടിങ് ക്ലാസ് ഉണ്ടോ, അതിന് പോകാൻ നോക്കാം. ചോദിച്ചു നോക്കാം. പുള്ളിക്കാരി പറഞ്ഞു പോകണ്ട, നീ എങ്ങനെ ഇപ്പോൾ പോയി ആക്ടിങ് പഠിക്കണ്ട. അമ്മച്ചി നിങ്ങളോട് 2ാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു ബോധർ ചെയ്യുവാണ്. 3ാമത്തെ പ്രാവശ്യം ചോദിച്ചു നോക്കാം. 3ാമത്തെ പ്രാവശ്യം ചോദിച്ചാൽ പറയാറ്, അതുകൊണ്ട് വേണ്ട. നമുക്ക് ജിമ്മിൽ പോവാം. ജിമ്മിൽ പോയി മസിൽ വെക്കാം. നമുക്ക് ലോക്കർ റൂമിൽ സൈസ് ഉണ്ടാക്കുകയാണോടാ. പിള്ളേരല്ലേ ഗൈസ്, അതാണ്. ഓക്കെ, പിള്ളേരുടെ ഓരോരോ കളികളെ. അപ്പോൾ ഞാനും അതിൻ്റെ കൂടെ ചേർന്നില്ലെങ്കിൽ അതൊരു മോശമായി പോകുന്നത്. അമേസിങ് ആണ് ഗൈസ്, എൻ്റെ അമേസിങ് അല്ലേ. ഏതാ വൈബ്. അപ്പോൾ പിന്നെ താഴോട്ട് പോയി നോക്കി കഴിഞ്ഞാൽ 2 ഫ്രണ്ട്സ് ഉണ്ട്, 2 പെമ്പിള്ളേർ തന്നെ. സോ സ്വീറ്റ്, ഇറ്റ്സ് മ്യൂച്വൽ. ബെസ്റ്റ് ഫ്രണ്ട്സ്, താങ്ക് യു. അല്ല പിന്നെ
കോൺസെർട്ടിൽ പോകാൻ എൻ്റെ കയ്യിൽ ആഡ് കാണാൻ വയ്യ എനിക്ക്. ഓക്കെ ഓക്കെ പാർട്ടി ഓക്കെ എല്ലാം സെറ്റ്. നമ്മൾ പാർട്ടിക്കൊക്കെ പോകും ഗൈസ്. സ്ലീപ്പ് ഓവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ലീപ്പ് ഓവർ. വാച്ച് എ മൂവി ഓവർ എൻജോയ്മെൻറ്റ്. എന്താ എൻജോയ്മെൻറ്റ്. ഓൾ ടൈംസ് ബെസ്റ്റ് ഫ്രണ്ട്, ഇയേഴ്സ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് 6 years. പിന്നെ പുള്ളിക്കാരി ബൈസെക്ഷൽ അല്ല, പുള്ളിക്കാരി ഗേ ആണ്. ഈ പുള്ളിക്കാരി സ്ട്രൈറ്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഒന്ന് പാർട്ടി ചെയ്യാം. ഫ്ലോക്കിംഗ് ടുഗദർ വാട്ട് എവർ ദാറ്റ് ഈസ്. സ്ലീപ്പ് ഓവർ നമ്മൾ മറക്കത്തില്ല. സ്ലീപ്പ് ഓവർ അതിൻ്റെ രീതിയിൽ നടന്നുകൊള്ളും. ഓക്കെ കോംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നു ഗൈസ്. ഇറ്റ്സ് മ്യൂച്വൽ. ഓക്കെ ഡ്രാമ ക്ലബിൻ്റെ ട്രഷർ ഇങ്ങനെ ആവാം. വൈൽഡ് ഫാർമേഴ്സ് പ്രാക്ടീസ് ഓൺലി ഫ്രോം ഫാർം മെഷീൻ കോഴ്സ് പണിപാലി. ഓക്കെ എന്തായാലും കൊള്ളാം ഗൈസ്. ഓക്കെ നമുക്കൊരു ന്യൂസ് പേപ്പർ ഡെലിവറിയുടെ ജോബ് നമുക്ക് പാർട്ട് ടൈമായിട്ട് ചെയ്യാം ഗൈസ്. ഓക്കെ കുറച്ച് കാശ് വേണം, കാരണം 0 ആയിട്ട് കയറി പോകാൻ പറ്റുന്നല്ലോ. നല്ല സ്കെഡ്യൂള് നാക്ക് പറയുന്നില്ല, ആ കുന്തം ടൈറ്റാണ് ഗൈസ്. ഓക്കെ നമ്മുടെ ഗേൾ ഫ്രണ്ടുമായിട്ട് നമുക്ക് എന്താണ് ഇപ്പോൾ പരിപാടി ചെയ്യാൻ പറ്റുന്നത്? ഡീൽ ചെയ്യാൻ ട്രൂ ലവാണ് ഗൈസ്. ഓക്കെ ഓക്കെ എനിക്ക് 16-17 വയസ്സായിട്ടുള്ള എനിക്ക് ഫാമിലി വേണ്ട. ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് റൈറ്റ് നൗ. സോ ഓക്കെ ബിക്കം ദ പ്രസിഡന്റ്. ഓക്കെ സ്കൂൾ റോയൽറ്റി. ഓ ഗൈസ് നമ്മളിതാ പ്രോങ്കിങ് ആയിരിക്കുന്നു. വാവ് വാട്ട് എവർ. ഞാൻ സ്മാർട്ടാണ്, ലുക്സ് ആർ ഗ്രേറ്റ്, മൈ ഹെൽത്ത് ഇസ് ഗ്രേറ്റ്. ഓക്കെ സോ ഐം ഗോണ സേ ഐ ആം ദ ഹോട്ടസ്റ്റ് ഗായ് ഇൻ ദ ക്യാമ്പസ്. യാ you have been called down. Okay prom king crown. Okay crown നമുക്ക് pass down ചെയ്യാം guys. Okay that is my family heirloom, my first heirloom I guess. guys നമുക്ക് കുറച്ച് കാശ് കൂട്ടി ചോദിക്കാം. തരായിരുന്നു കേട്ടോ. വലിയതായിട്ട് കാശിൻ്റെ ഒന്നുമില്ല. $11 ഉള്ളൂ. ഡാൻസറായിട്ട് വയ്ക്കേണ്ട അവസ്ഥയൊന്നും നമുക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് ഞാനത് പോകുന്നില്ല. ഓക്കെ എന്തായാലും നമ്മൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. പഠിച്ച് നമുക്ക് മുന്നേറാം ഗൈസ്. ഓക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. തരത്തില്ല, അവന്മാർ റിജക്റ്റ് ചെയ്തു. അയ്യോ മോളെ അതൊന്നും എടുത്തോണ്ട് വരല്ലേ. ഗ്രാജുവേഷനായി ഗൈസ്. നമുക്ക് അപ്ലൈ ടു യൂണിവേഴ്സിറ്റി കൊടുക്കാം. എഡ്യൂക്കേഷൻ വേണ്ട, ഞാൻ എഡ്യൂക്കേഷനിലല്ല ചെയ്യാൻ പോകുന്നത്. ഫിനാൻസ്, അക്കൗണ്ടിങ്, ഇൻഫർമേഷൻ സിസ്റ്റം, യൂണിവേഴ്സിറ്റി ഇൻഫർമേഷൻ സിസ്റ്റംസ്. ദാറ്റ്സ് I'll go with ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ സ്കോളർഷിപ്പ് അമ്മ തരത്തില്ല. സ്കോളർഷിപ്പ് അതും പോയി. അപ്പോൾ പിന്നെ സ്റ്റുഡൻറ്റ് ലോൺസ്, പേഴ്സണൽ ലോൺസ്, whatever. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മളിതാ യൂണിവേഴ്സിറ്റിയിൽ വന്നിരിക്കുന്നു. വാവ് യൂണിവേഴ്സിറ്റി ഡിഗ്രി. എന്തൊക്കെയൊക്കെയോ കുന്തങ്ങളുണ്ട്. ഫിലഡൽഫിയ, ആൽഫ, ഉൾഫ, ഹിൽഫ. എനിക്ക് അറിഞ്ഞൂടാ. 2 എന്തെങ്കിലും ഒക്കെ കയറിപ്പോകും ഗൈസ്. എനിക്ക് അറിഞ്ഞൂടാ ഇതിനകത്ത് എന്തോ കാണിച്ചു വെച്ചേക്കുന്നത്. സിഗ്മ എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത് ഗൈസ്. ഡെൽറ്റ, ബീറ്റ, ഗാമ. അപ്പോൾ നമ്മൾ ഒരു കോഴ്സ് എടുത്തിട്ടുണ്ട്. എന്തോ ഒരു കോഴ്സ് എനിക്ക് അറിഞ്ഞൂടാ. ആ കോഴ്സ് എടുത്തിട്ടുണ്ട്. പാർട്ട് ടൈം ജോബ്സ് എന്തെങ്കിലും ഉണ്ടോ? നല്ലത്. ഓക്കെ ഗൈസ് യൂണിവേഴ്സിറ്റിയുടെ ലാബ് അസിസ്റ്റൻസായിട്ട് വർക്ക് ചെയ്യാം. $15 ഉണ്ട്. ഓക്കെ $15 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും? സ്റ്റഡി ഹാർഡ്, മോഡൽ സ്റ്റുഡൻറ്റ്. യപ്പ് സ്കിപ്പിംഗ്. I like to go with you. Yep. Okay നമ്മുടെ ഗേൾ ഫ്രണ്ടിന് നടന്നു. ഓക്കെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എനിക്ക് അത്ര ന്യൂസാണ്. ഫ്രണ്ട്സുമായിട്ട് വലിയ കണക്ഷനൊന്നും ഇല്ല നമുക്കിപ്പോൾ. 16 വർഷത്തെ ഫ്രണ്ട്ഷിപ്പായിട്ടൊരു കണക്ഷൻ എന്നൊക്കെ പറഞ്ഞ് മോശം പരിപാടി. So sweet, so sweet. Thank you. കണക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ കോൺസെപ്റ്റ് ഒന്നും കൂടുതല. ഒരു
ചെറിയൊരു നടക്കുമോ? നടന്നില്ല. അപ്പം പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ 16 വർഷത്തെ ഫ്രണ്ട്ഷിപ്പൊക്കെ അല്ലേ കോംപ്ലിമെൻ്റ് ഒക്കെ ചെയ്ത് നമ്മളിങ്ങനെ പോകണം അല്ലേ? അടുത്ത് നോക്കാം അവിടുത്തെ നടക്കുമെന്ന്. Yeah, she's gay. Okay, I don't think that will work. But still, I go ahead and tried it, and she's upset. Yeah. രണ്ട് കോംപ്ലിമെൻ്റ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് അടുത്ത പരിപാടിക്ക് പോകാം കേസ്. ഓക്കെ, ബോണ്ടിങ് ടൈം whatever it is. സോ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ എന്തായാലും നന്നായിട്ട് പഠിക്കുന്നുണ്ട്, സോൾ സ്റ്റഡിയാണ് കേസ്. ഓക്കെ, എന്തായാലും നമ്മുടെ ഗ്രേഡ്സ് കുറച്ച് കുറവാണ്. ഒരു കോഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്, നമുക്ക് ഒരു കോഴ്സ് കൂടെ അങ്ങ് എടുത്തേക്കാം. ഡബിൾ കോഴ്സ് ചെയ്യാൻ നമ്മൾ ഡെൽറ്റ ബീറ്റ ഗാമ ആൽഫ എല്ലാം അങ്ങോട്ടൊക്കെയാണ് ഗൈസ്. ഓക്കെ, അടുത്തിനി കോഴ്സുകൾ എടുക്കാണ്ട് അടുത്ത ക്ലബ്ബോ? ഗൈസ് അടുത്ത ഡ്രാമ ക്ലബ് വേണ്ട, അടുത്ത ആഡ് നോക്കാൻ എനിക്ക് വയ്യ ഗൈസ്. ഓക്കെ, സ്റ്റെപ്പ് സിസ്റ്റർ മരിച്ചു. ഓക്കെ, അറ്റൻഡ് ചെയ്തു, നമ്മുടെ ഫ്യൂണറൽ അറ്റൻഡ് ചെയ്തു. നമ്മുടെ ഗേൾ ഫ്രണ്ട് അവിടെ ഉണ്ട്. ഓക്കെ, പുള്ളിക്കാരോട് ബർത്ത് കൺട്രോൾ എടുക്കാൻ പറഞ്ഞു. ജസ്റ്റ് ബി കെയർഫുൾ. സബാഷ്, ആയിക്കോട്ടെ. പുള്ളിക്കാരൻ ഓൾറെഡി എടുക്കുന്നുണ്ടായിരുന്നു. ഒന്നുകൂടെ ഗോ ഓൺ ഇറ്റ്. ഇനി നമുക്കതുള്ള അന്തസ്സായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഒരു കുഴപ്പമില്ല ഗൈസ്. ഓക്കെ, ഇതൊന്നും നിങ്ങൾ കണ്ട് പഠിക്കരുത്, ഇതൊക്കെ നമ്മൾ ഗെയിം ചെയ്യുന്ന പരിപാടികളാണ് ഗൈസ്. ഓക്കെ, നമ്മുടെ ഫ്രണ്ട്സ് എന്തായാലും എന്താണ് പരിപാടി, ഈ രണ്ട് കോംപ്ലിമെൻ്റ് ഒക്കെ കൊടുക്കാം. ബിഗ് ഫാൻ ഗൈസ്. ഓക്കെ, നടന്നില്ല. ഒന്നുകൂടെ നോക്കിയാണ്, ഒന്നും ആരും കണ്ടിട്ടില്ല. ഓക്കെ, ഒന്നോ കോംപ്ലിമെൻ്റ് കൊടുത്തു. ബിഗ് ഫാൻ whatever it is. നമുക്ക് ഡീൽ ചെയ്താലോ കോട്ടൺ. ഒന്ന് ഡീൽ ചെയ്ത് നോക്കാം ഗൈസ്. എനിക്ക് 15 രൂപ, എനിക്ക് ഒരു 15 രൂപ തരാൻ വല്ല വഴിയുണ്ടോ? ഒന്ന് ഡീൽ ചെയ്യാം. A jar of 100 pickles. Amanda pickles. Emerald അല്ല, സോറി ഗൈസ്, Amanda pickles. കേസ് എങ്ങനെ പോയാലും നമ്മുടെ ഫ്രണ്ട് ഇപ്പം എന്തായാലും എനിമി ആവാൻ നല്ല ചാൻസ് ഉണ്ട് കേസ്. 20 വയസ്സായ ഒരു പൊട്ടനെ കണ്ടിട്ടുണ്ടോ ഗൈസ്? ഹുക്കപ്പ് ചെയ്തേക്കാം. Sure, Susan, what do you want? Use a condom anyways. I don't want to take any risk. Alright, girlfriend പണിപ്പാളി ഗൈസ്. ഓക്കെ, ഇവള് മിക്കവാറും എന്നെ കട്ടടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. ഓക്കെ ഓക്കെ, ഫ്രണ്ട് എനിമീസ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലേ ഗൈസ്, ഹൈ ബ്ലഡ് പ്രഷർ. ഞാനൊരു രോഗിയായിക്കൊണ്ട് വരികയാണ് ഗൈസ്. കൊച്ചിലെ തന്നെ മരിക്കാനുള്ള പ്രായമായി പോകുന്നു. 20 വയസ്സായതേ ഉള്ളൂ, അല്ല 22 വയസ്സായതേ ഉള്ളൂ. I graduated. Wow. Girlfriend breakup. അവിടുന്നും പോയി ഇവിടുന്നും പോയി, മാങ്ങ ഒരു ചിലകുത്തായിപ്പോയി. മൊത്തത്തിൽ മര്യാദയ്ക്ക് ഇവിടെ ആദ്യം കാണാൻ കൊണ്ടുവന്നത് 2 കൊച്ചിനെയും പിടിച്ച് വെച്ച് ഒക്കത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. മാരേജും ചെയ്തിട്ടങ്ങ് നിന്നാൽ മതിയായിരുന്നു. വല്ല ആവശ്യം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കയറി കിഴപ്പ് കാണിക്കണ്ട. എന്തായാലും കൊള്ളാം. നമുക്ക് ഇനി എന്തെങ്കിലും ജോലി നോക്കാം. ഇതിൻ്റേതായിട്ട് കിട്ടാൻ പറ്റിയ 2 ജോലിയൊന്നും ഇതിൻ്റെ പൈസ ഒന്നും കിട്ടില്ല, നടക്കില്ല. എന്തായാലും നമുക്ക് എന്തായാലും റിസൈൻ ചെയ്തേക്കാം. എനിക്ക് ജോലി ഇനി വേണം. ഓക്കെ, നമുക്ക് ജോബ്സിന് എന്തായാലും ബ്രൗസ് ചെയ്ത് നോക്കാം. എന്ത് ജോബ്സ് അല്ലല്ലോ, എഡ്യൂക്കേഷനല്ലേ. ജോബ്സിനെ നോക്കാം. സീനിയർ ബാങ്കർ പറ്റുമോ? നടക്കില്ല. അടുത്ത ജോലി പറ്റുമോ? അത് നടക്കില്ല. എന്തായാലും മിലിറ്ററി പോകാമല്ലോ. എനിക്ക് ഇതുണ്ട്, ഡിഗ്രി ഉണ്ട്, പ്ലെയേഴ്സ് ഓഫീസർ. ഓക്കെ, ആർമി സെക്കൻഡ് ലഫ്റ്റനൻറ്റ്. ഓക്കെ,
Hooray! I promoted. I mean, I'm promoted. സോറി ആങ്സൈറ്റി ഉണ്ട് ഗൈസ്. മൊത്തത്തിൽ ഞാനൊരു വയ്യാത്ത കുട്ടിയാണ് ഗൈസ്. ഓക്കെ, ആൻസൈറ്റി, ബ്ലഡ് പ്രഷർ, ഫീവർ, കുന്തം കുടച്ചൊക്കെ എക്സ്പ്ലെയിൻ. ഗേൾ ഫ്രണ്ടിനോടൊന്ന് ചോദിച്ചാലോ, ബുട്ടിക്കൊള്ളി നോക്കിയാലോ, ബുട്ടിക്കൊള്ളു. യാ ശരി, അവിടെ പിക്കപ്പ് പോലും ചെയ്തിട്ടില്ല. നമുക്ക് സൂസനോട് ചോദിച്ചു നോക്കാം. സൂസൻ, ആർ യു റെഡി മൈ ഡിയർ? ബുട്ടിക്കോൾ. Oh, hit that. Don't use it. I mean, use it. Sorry. I'm not ready for a relationship, okay? ലൈക്ക് എനിക്ക് 30 വയസ്സായിട്ടുള്ളൂ. എനിക്കൊരു 100 വയസ്സ് വരെ ജീവനോടെ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ, ഹുക്ക് അപ്പ്. നോപ്പ്, നോപ്പ്, ഹുക്ക് അപ്പ്. സേഫ്. ഓക്കെ, എത്ര അനന്തരങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. കുറേ എണ്ണം ഉണ്ട്. സ്റ്റെപ്പ് ബ്രദർ, ഹാഫ് സിസ്റ്റർ, ഹാഫ് ബ്രദർ. എൻ്റെ അതിനകത്ത് നിന്നൊക്കെ കുറേ ഉണ്ടാക്കി വിട്ടിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടെ എത്ര എണ്ണം ഉണ്ടെന്ന്. പിന്നെ അല്ല, ജനിച്ചപ്പോൾ തൊട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാമിലി ഉണ്ടാക്കിക്കൊണ്ട് വരുമല്ലായിരുന്നു. അയ്യോ, എന്തായാലും ഗൈസ് ഫസ്റ്റ് ലൂട്ടനൻറ്റ് ആണ് ഞാൻ. ക്യൂർഡായിട്ടുണ്ട്. എന്തായാലും ഗൈസ് ഞാൻ എൻ ഫാമിലി ഒരു വലിയ പ്രസ്ഥാനമാക്കും ഗൈസ്. ഓക്കെ, എൻ്റെ അമ്മയ്ക്ക് വെജൈനൽ സംതിങ് ആയിട്ടുണ്ട്. എനിക്ക് അപ്പോഴത്തേക്കും എല്ലാം സുഖമായി. അമ്മയ്ക്ക് വെജൈനലില്ലാത്ത എന്തോ ഒരു പണിയായി. ഞാൻ ഡോക്ടറിനെ ഒന്ന് കാണിച്ചു നോക്കാം. ഡോക്ടറിനാണെങ്കിൽ ഇവിടെ കാണുന്നുമില്ല. പുല്ല്. അമ്മയൊന്നും തോന്നരുത്, കുറച്ച് കാശ് വെച്ചു, ഒരു $100 ഇതുപോലെ വാങ്ങിച്ചു. മറ്റേ ഗുച്ചി പേഴ്സ് വാങ്ങിച്ചു. ഞാനൊന്ന് വർക്കിൽ പ്രൊമോട്ടായിട്ടുണ്ട്. സ്ക്വാഡ് വൈ goes to the doctor. Okay. എനിക്ക് ആ ലെതർ ജാക്കറ്റ് ഇഷ്ടപ്പെട്ടു. കൊക്കറ്റ് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. കൗബോയ് ഹാറ്റൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ആ ലെതർ ജാക്കറ്റ് ഇട്ടവന് കൊക്കറ്റ്, പിന്നെ leather jacket. Balls to own? I don't want it. I don't use that stuff. I only deal it. Guys, നിങ്ങൾ തന്നെ പറ, ഡീൽ ചെയ്യുന്നതാണോ പാട് അതോ യൂസ് ചെയ്യുന്നതാണോ പാട്? ഓക്കെ, ഒന്ന് ഫിഷിങ്ങിന് പോയേക്കാം. Hooked. Woo! A 4.890 AVM. Okay, frame it. സമയമില്ല മോനെ, എനിക്ക് ആഡ് കാണാൻ വയ്യ. അഡ്വൈസ്, ഗിവ് ഹിം ഗുഡ് അഡ്വൈസ്. എനിക്ക് സത്യം പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞോടെ എന്തൊക്കെയൊക്കെയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനോട്. ഓക്കെ, ലവ് ഇൻട്രസ്റ്റ്, സെലിബ്രിറ്റി ഇല്ലാത്തൊരു 19 വയസ്സുള്ള ഒരു തള്ളയെ പിടിക്കണമല്ലോ. ഫീമെയിൽ CEO, 30 വയസ്സായി. സമയം സെറ്റിലാവാൻ കുറച്ച് കാശ് വേണ്ടേ, അതുകൊണ്ട് നമുക്ക് അമ്മച്ചിയെ പിടിക്കാം. ഓക്കെ, എന്തായാലും അമ്മച്ചിയെ നമുക്കൊന്ന് സെറ്റാക്കി വിട്ടേക്കാം. വേണമെങ്കിൽ ഒരു കൊച്ചിനെ കൂടെ കൊടുത്ത് പൊക്കത്ത് വെച്ച് കഴിഞ്ഞാൽ അമ്മച്ചി ടോട്ടൽ ഫ്ലാറ്റ്, കാശ് നമുക്ക്. ഓക്കെ, കീപ് ദ ബേബി. പ്ലീസ് അക്സെപ്റ്റ് മൈ പ്രപ്പോസൽ. എൻ്റെ റിങ്ങും കൊന്നൊന്നും ഇല്ല ഗൈസ്, അത് വേറെ കാര്യം. എനിക്ക് അറിഞ്ഞൂടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുമെന്ന്. ക്രിക്കറ്റ് മാച്ച് നമുക്ക് ആർക്കേഡ് വെച്ച് കൊടുക്കുന്നു. നടന്നില്ല. ഒന്നും കൂടെ കൊടുത്തു നോക്കും. ഓക്കെ ഗൈസ്, പുള്ളിക്കാരി ഫ്ലാറ്റ്. വെഡിങ് നമുക്ക് എന്തായാലും ഡിസ്നി പോയിട്ടില്ല. $6,000. We don't need a prenup. Why would we need a prenup?
എനിക്ക് എന്നെ മതി. കാരണം ഇവളെ ചത്തിട്ട് വേണോ എനിക്ക് അടുത്ത പെണ്ണുമ്പിള്ളെ കെട്ടാനായിട്ട്. അപ്പോഴാണ് അപ്പം മൊത്തത്തിൽ ഇപ്പം എനിക്ക് കുറച്ചേറെ അസറ്റ്സ് ഉണ്ട് കേസിൽ. 1.7 million or something like that, or maybe 17 million, I don't know. Go to search. Stepdaughter. Oh, one still 100,000. 10,000. Mechanics, you are no crematorium. അതെൻ്റെ സിസ്റ്ററായിരുന്നു, അവരുടെ കിട്ടിയവളായിരുന്നു. ഞാൻ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. സത്യമായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. എൻ്റെ കിട്ടിയവളായിരുന്നു. നമുക്ക് ഒന്നുകൂടെ എന്തായാലും നോക്കാം ഗൈസ്. അടുത്തായിട്ട് നമുക്ക് എന്തെങ്കിലും ഇൻഫ്ലുവൻസറോ ആക്ടറോ ഉള്ള മതി ഗൈസ്. ഓക്കെ, ഇൻഫ്ലുവൻസർ. ഓക്കെ, ഇവരെ കുറച്ച് കാശ്. ഓക്കെ, സംതിങ് ഐ ഗസ്. ഇൻഫ്ലുവൻസറാണ് ആക്ടർ. ഈ ഇൻഫ്ലുവൻസർ ആക്ടേഴ്സ് അവർക്ക് കുറേയേറെ ക്യാഷ് സേവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഗൈസ്. ഓക്കെ, കാരണം ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ ഒരു പടത്തിനൊക്കെ കൂടിയാണ് ബഡ്ജറ്റ്. അതങ്ങനെ കുറെ പൂഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടത്തിന് വേണ്ടി ഞാൻ ഇറക്കിപ്പിക്കും. എന്നിട്ട് ഈ പടം ഞാൻ സൂപ്പർ ഹിറ്റ് ആക്കും. ഏതാ പടം പോലും എനിക്ക് അറിഞ്ഞൂടെ. അപ്പോഴാണ് അത് മാത്രമേ സ്വന്തം സിന്ദാബാദ്. അടുത്ത കെട്ടി 3.10 billion. ഓക്കെ, സോ ഈ നേരത്തെ തള്ളക്കാട്ടിലും കുറച്ചും കൂടെ കാശ് വരികയായിരുന്നു. നമുക്ക് എന്തായാലും 2-3 കൊച്ചിനെടുത്ത് ഒക്കെ തോർത്തേക്കാം. ആവശ്യം. ഓക്കെ, ബേബി ഗേൾ. ഓക്കെ, ഞാനൊരു മേജർ ആയിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് ഓഫ് ഓൾ ഫേമസ് പ്രിയങ്ക is already pregnant again. Okay. Oh my god, dude. Okay, പ്രിയങ്ക ചത്തിട്ടുണ്ട് ഗൈസ്. അത് പുള്ളിക്കാരൻ നല്ലൊരു ആക്ടറായിരുന്നു. ക്രിമേറ്റ് ചെയ്യേണ്ട, ടാക്സ് റൈസ് ചെയ്യാൻ കുറച്ചാണ് നല്ല വില കിട്ടുമെന്ന് തോന്നുന്നു. ക്യാഷ് കൊമ്പടിക്ക ക്യാഷ്. ഓക്കെ, നമുക്കൊരു ബുക്ക് എഴുതിയാലോ എന്ന് പറയുന്നു. എൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥയെ പറ്റി നമുക്ക് ഒരു ബുക്ക് എഴുതി പബ്ലിഷ് ചെയ്യാം. എന്താ പറയുക, നല്ല ഉറക്കമുണ്ട്. ഓക്കെ, പബ്ലിഷ് ചെയ്ത് വർക്ക് ചെയ്തു, കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി. ഏതാവും പ്രൊമോഷൻ. മനുഷ്യരായിട്ട് വട്ടക്കളിപ്പിക്കാനൊക്കെ ഉള്ള പരിപാടി. ഒന്നാമതെ മനുഷ്യനെ ഉറക്കമുണ്ട് പോയി. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയും വരെ മതി ഗൈസ്. ഓക്കെ, ബാക്കി ഇതിൻ്റെ അടുത്ത മാച്ചിങ് ഞാൻ അടുത്തായിട്ട് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, അടുത്ത വീഡിയോ നമുക്ക് ഫുള്ളായിട്ട് ബാക്കി കൂടെ കാണാം ഗൈസ്. ഇപ്പോഴത്തേക്ക് ഇത് മതി, കാരണം എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ നോക്കണം ഉറങ്ങട്ടെ.